സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തുണ്ട്. അവർ ഇന്ന് ബദൽ സമരം തുടങ്ങും. മുനമ്പത്ത് നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, മന്ത്രിമാർ എപ്പോൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തും? ഇപ്പോഴും അവിടെ ഭിന്നത തുടരുകയാണല്ലോ. എന്താണ് ഈ ബദൽ സമരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ തുടർ നടപടികൾ? ഇതിൽ 414 ദിവസം ആയി ആരംഭിച്ചിട്ട് മുനമ്പത്തെ ഈ സമരം, ആ സമരം ഇന്ന് ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു എന്നാണ് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കിയത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇവർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ഭൂസംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ കരമടക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. അതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഭൂസംരക്ഷണ സമിതി കടന്നത്. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ സമരസമിതിയുടെ കൺവീനർ നമുക്ക് ഒപ്പം ചില ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങൾ കാണാം. അതായത് ഒരു വിഭാഗം ആളുകൾ, അതായത് ഈ സമരപ്പന്തലിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഇറങ്ങിപ്പോവുകയാണ്. അതായത് അവർ സമരം നിർത്താൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. അതിനൊരു പശ്ചാത്തലം, പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് ഒരു വിഭാഗം പൂർണ്ണമായും ഈ വേദി വിട്ട് ഇറങ്ങുന്നത്. അതായത് ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സമരം തുടരാൻ പോവുകയാണ്. ഏറ്റവും അവസാനം എപ്പോഴാണോ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നത്, അതുവരെ ഈ സമരം തുടരാം എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ തീരുമാനം. ഇവരുടെ ആ വിഭാഗം തൊട്ടപ്പുറത്ത് തന്നെ, ഈ സമരപ്പന്തൽ ഉള്ളത് പള്ളിയിലാണ്, പള്ളിക്ക് പുറത്ത് തന്നെ മറ്റൊരു സമരപ്പന്തൽ ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേവലം കരമടക്കാനുള്ള അവകാശത്തിന് വേണ്ടി തുടങ്ങിയൊരു സമരമല്ല. ഈ ഭൂമിയുടെ പൂർണ്ണ അവകാശം, ഈ 610 കുടുംബങ്ങളുടെ ഭൂമിയുടെ പൂർണ്ണ അവകാശം വേണം, റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണം. അതുണ്ടാകുന്നതുവരെ ഈ സമരം നടത്തണം, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം പാഴ്വേലയാണ് എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ആക്ഷേപം. അവർ അത് ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിയാണ് അവർ മറ്റ് സമരപ്പന്തലിലേക്ക് പോകുന്നത്. ഇവിടെ നിലവിൽ ഔദ്യോഗിക പക്ഷം ഇന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ വികാരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, നിലവിൽ സമരം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. കാരണം ഹൈക്കോടതിയുടെ അടക്കം വഖഫ് ഭൂമിയല്ല എന്ന നിരീക്ഷണം വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇത് അവകാശങ്ങൾ കിട്ടുന്നവരെയാണ് നമ്മളുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. ആ സമരം നമ്മളുടെ പള്ളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ചില പ്രത്യേക കാരണങ്ങളുകൊണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു. നമ്മളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഈ പള്ളി ഉൾപ്പെടുന്ന ഇവിടെയുള്ള നാനാജാതി മനസ്തരുടെ ആരാധനകൾ നേടുന്നതിന് വേണ്ടിയുള്ള സമരം നമ്മൾ വീണ്ടും തുടരുകയാണ്. റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവർ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുനമ്പം ഭൂസമരത്തിന്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മാതാവിന്റെ പള്ളിനടയിൽ നിന്നും. ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് 2ാം ഘട്ടം മുനമ്പ സമരം ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വിഭാഗം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ പള്ളിമുറ്റത്ത് നിന്ന് ഈ സമരപ്പന്തൽ വിട്ട് അവർ പുതിയ സമരപ്പന്തലിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും മുനമ്പത്തെ സമരസമിതിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സ്പ്ലിറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇത് 414 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരം ഇവിടെ ആരംഭിക്കുമ്പോൾ അത് മുനമ്പത്തേതായ ഒരു പൊതുവികാരമായിരുന്നു. ഈ ഭൂമി മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, 610 കുടുംബങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, അത് വഖഫിന് വിട്ടു നൽകാനാവില്ല എന്ന കോസിന് വേണ്ടിയാണ് ഈ സമരം ആരംഭിച്ചത്. അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്കും ട്രൈബ്യൂണലിലേക്കും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരമടക്കാനുള്ള അവകാശങ്ങൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. അതിനുവേണ്ടി ആരംഭിച്ച ഇതിന്റെ ഒരു പൂർണ്ണ അധികാരം, ഈ ഭൂമിയുടെ പൂർണ്ണ അധികാരം ഞങ്ങൾക്ക് വേണം. അതല്ലാതെ ഈ സമരം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ വിഭാഗത്തിന്റെ ആരോപണം. അത് പശ്ചാത്തലത്തിലാണ് ഔദ്യോഗിക വിഭാഗം സമരം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാതെ ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇവർ പറയുന്നത് വളരെ ക്ലിയർ ആണ്, അതായത് ഈ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും ഇതിന്റെ എല്ലാ അധികാരങ്ങളും, ഈ ഭൂമിയുടെ എല്ലാ അധികാരങ്ങളും ഇതിന്റെ ഉടമസ്ഥർക്ക് ലഭ്യമാകുന്നതുവരെ ഈ സമരം ഇവർ തുടരുമെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് ഈ പള്ളിക്കകത്തായിരുന്നു ഇപ്പോൾ നടന്നിരുന്ന സമരപ്പന്തലെങ്കിൽ ഇതിന്റെ തൊട്ട് പുറത്തായി ഒരു കപ്പേള പള്ളിയുണ്ട്. അതിന്റെ തൊട്ട് ചേർന്നുള്ള ഭൂമിയിലാണ് ഇപ്പോൾ പുതിയ സമരപ്പന്തൽ ഉയർന്നിരിക്കുന്നത്. ആ സമരപ്പന്തൽ അവിടെ ഉയരുമ്പോൾ അവിടെ ഇനി നാളെ മുതൽ റിലേ നിരാഹാര സമരം ആരംഭിക്കും എന്നാണ് ഈ വിഭാഗം പറയുന്നത്. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് BJP അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ഉണ്ട്. ഈ വിഷയം അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് നിലവിൽ
നിലവിൽ ഒരു താൽക്കാലിക പരിഹാരം ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ കടമടക്കാൻ ഉള്ള അനുമതി എന്നാണ് ഈ വിഭാഗം പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അവർ സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പാകെയും ട്രൈബ്യൂണലിന് മുമ്പാകെ ഈ വിഷയം നിൽക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതിൽ. കാരണം അത് ഒരു ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കയറിയ കേസാണ്. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യം സർക്കാർ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് കരമടക്കാനുള്ള അവകാശവും നൽകി. അതോടൊപ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞത് ഈ സമരക്കാരെ അല്ലെങ്കിൽ ഇതിന്റെ ഉടമകളെ ഇവിടെ നിന്ന് ഇറക്കിവിടാനാകില്ല. ഇത് വഖഫിന്റെ വസ്തുത അതെല്ലാം വഖഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതം എന്നുള്ള നിലപാടാണ് നിലവിൽ ഈ കമ്മീഷൻ എടുത്തത്. പക്ഷേ അത് നടപ്പാക്കണമെങ്കിൽ ഈ സുപ്രീം കോടതി വ്യവഹാരം പൂർത്തിയാക്കണം. അതിനുശേഷം മാത്രമേ ഇത് പൂർത്തിയാക്കാൻ, അതായത് അതിനുശേഷം മാത്രമേ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കാൻ സർക്കാരിനാകുകയുള്ളൂ. ആ പശ്ചാത്തലത്തിലാണ് താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ കരമടക്കാൻ അവസരമൊരുക്കിയത്. ഇന്നലെ 260ഓളം വരുന്ന കുടുംബങ്ങൾ കരമടക്കുകയും ചെയ്യുന്നു 2 വില്ലേജുകളിലായി. പക്ഷേ ആ കരമടക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇനിയും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ, വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമി മാറ്റിക്കിട്ടിയില്ലെങ്കിൽ ഇത് പിന്നീടും ഒരു ക്ലെയിം വരാനുള്ള സാധ്യതയുണ്ട്. വഖഫ് ഈ ഭൂമിയിൽ അധിനിവേശം നടത്താനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ വിട്ടു നൽകാനാവില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. വലിയ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.